ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കണ്ടൻസ് മിൽക്ക് 6 മാസം വരെ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. നമ്മളിവിടെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതായത് 500 ml പാല്, ഞാനിത് മെഷറിംഗ് കപ്പിനകത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ആവശ്യമുള്ളതാണ് 1/2 കപ്പ് പഞ്ചസാര. ഈ 2 ഐറ്റംസ് മതി നമുക്ക് കിഡിലൻ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇത് നന്നായി കുറുകി വരുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മിക്കതും ഏറ്റവും നല്ലത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതാണ്. അപ്പം ഞാൻ 500 ml പാല് ഇതിലേക്ക് ചേർക്കുവാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നന്നായി അടി പിടിക്കും. അതേപോലെ തന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് നന്നായിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്ന ഇച്ചിരി സമയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതുണ്ടാക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസ് മിൽക്ക് നന്നായി വരത്തില്ല. ഒത്തിരി സമയം വേണ്ടി വരത്തില്ല, എന്നാലും ഇച്ചിരി സമയം വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കുന്ന നിർബന്ധമില്ല. പാലൊന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി തുടങ്ങാറാകുമ്പോഴാണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഈ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഒത്തിരി ഡെസേർട്ട്സിന് അതുപോലെ കേക്കിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ കണ്ടൻസ് മിൽക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം എന്താ പറയുക, നല്ല കേക്കെല്ലാം ഉണ്ടാക്കി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം കണ്ടൻസ് മിൽക്ക് ഇച്ചിരി കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ അത് മീഡിയം ഫ്ലെയിം എന്നുള്ളത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റണം, അല്ലെങ്കിൽ നന്നായിട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് ഫോം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ. എനിക്ക് ബേക്കിംഗ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒത്തിരി കേക്ക്സും അതുപോലെ ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ ഓരോ പാർട്ടിയൊക്കെ വെക്കുക നേരത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡെസേർട്ട്സ് അതുപോലെ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുവാറുണ്ട്. അന്നേരം ഞാൻ ഈ കണ്ടൻസ് മിൽക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് തികയത്തില്ല, വീണ്ടും വാങ്ങാൻ പറയേണ്ടി വരും. അപ്പോൾ അന്നേരമാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങാനും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായേനെന്നും എനിക്ക് തോന്നിയായിരുന്നു. റെസിപ്പി എല്ലാം നോക്കി കണ്ടുപിടിച്ചിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കി. സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ഡെസേർട്ട്സിനൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിതിന് മുന്നേ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, മാംഗോലേഷ്യസ് എന്ന് പറഞ്ഞിട്ട് മാംഗോ കേക്കിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അത്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇടാം കേട്ടോ, അല്ലെങ്കിൽ മേലെ ഒരു വരുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ അന്നേരം എനിക്കറിയില്ലായിരുന്നു ഈ കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത്. ഞാൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച കണ്ടൻസ് മിൽക്കാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെയാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. പിന്നെ അങ്ങോട്ട് ഞാൻ ഈ ഹോം മെയ്ഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് തന്നെയാണ് എല്ലാ ഡെസേർട്ട്സിനും അതുപോലെ കേക്കിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ കളറ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കുറുകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ.
അപ്പം ഞാൻ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് അടിപിടിച്ച് പോവും. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഓക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും, പെട്ടെന്നായിരിക്കും അടിപിടിക്കുക. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, അടിപിടിക്കാൻ നോക്കണം. അടിപിടിച്ചാൽ പിന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാം വളരെ കണ്ടൻസ് മിൽക്കിൻ്റെ ഫോമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് കുറുതായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇച്ചിരി കൂടി ഒന്ന് കട്ടിയാവാനായിട്ട് വെക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാൻ ചാൻസസ് വളരെ ഉണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, കാരണം അടി പിടിച്ചാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് കുറുതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇപ്പം നല്ല കട്ടിയിൽ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം, തീ ഓഫ് ചെയ്യണം. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് ഇത് മാറ്റണം. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഈ കണ്ടൻസ് മിൽക്ക്. വെറും 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ നല്ല കണ്ടൻസ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. ഈ ഒരു ലിക്വിഡ് ഫോമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടോ, അതുകൂടി ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ.